പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. റീസെൻ്റ്ലിയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് വാച്ച് ഓവർ 1, 2, 3 ഇങ്ങനെ കൂടുന്നല്ലാണ്ട് ഒരു 2027 ഫെബ്രുവരി മുന്നേ നമ്മൾക്ക് എന്ത് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് 2 പ്രാവശ്യം റീയൂസ്ഡ് വന്നു. മുമ്പത്തേനും അത് നമ്മളുടെ ചാനൽ അടിച്ചു പോകുന്ന തന്നെ സ്ട്രൈക്ക് കിട്ടി പൂട്ടിപ്പോട്ടും. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വേണ്ട എന്നുള്ളവർക്ക് കാര്യം ഇത് ഞാൻ പറഞ്ഞൊരു ട്രിക്കാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് റവന്യൂ കിട്ടുമോ, എൻ്റെ ലോങ് വീഡിയോ എത്ര പേര് കാണുന്നു, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എൻ്റെ മാത്രമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമരിയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. യൂട്യൂബിനകത്ത് നിൽക്കുന്നവർക്ക് കുറേയൊക്കെ അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാവും. പക്ഷേ പുതിയ അതായത് ഇപ്പം പുതുതായിട്ട് ചാനൽ തുടങ്ങി എന്തെങ്കിലുമൊക്കെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് കേട്ടിട്ട് ഞെട്ടിയിരിക്കുന്നില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ചെറിയ ചാനലാണ്, ഞാനിത് തുടങ്ങിയിട്ട് 1 year ആയി. അപ്പം ഇപ്പോഴാണ് റീസെൻ്റ്ലിയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ്, അതായത് $100 മേലെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാനത് കൊടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയത് കാരണം ഈ ഒരു August 22 എമൗണ്ട് അക്കൗണ്ടിൽ വരുന്നതാണ് എനിക്ക് മെയിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ നമ്മുടെ റവന്യൂവിനെ കുറിച്ച് ഒന്നും അല്ലാട്ടോ പറയാൻ വന്നത്. അതായത് നമ്മളുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, അത്രേ ഉള്ളൂ. അത് എൻ്റെ ജേണി എങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ഷോർട്സ് ഇടുമായിരുന്നു, ലോങ് വീഡിയോസ്. അതിന് കുഞ്ഞിൻ്റെ പേരിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലോങ് വീഡിയോസ് ഇടുമായിരുന്നു, കുഞ്ഞിൻ്റെ തന്നെ ടോയ്സ് ഒക്കെ വെച്ചിട്ട്. അതായിരുന്നു എൻ്റെ കണ്ടന്റ്, കുഞ്ഞായിരുന്നു എൻ്റെ കണ്ടന്റായിട്ട് ഞാനിങ്ങനെ അവളുടെ ആക്ടിവിറ്റീസും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇടാൻ തുടങ്ങി. പക്ഷേ കുറച്ച് നാളിങ്ങനെ പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ കയറി നോക്കുമ്പോഴത്തേനും അതിനകത്ത് വാച്ച് ഓവർ 1, 2, 3 ഇങ്ങനെ കൂടുന്നല്ലാണ്ട് ഒരു വലിയ മാറ്റം ഞാൻ കണ്ടില്ല. അതായത് നമുക്ക് 365 ഡേയ്സിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു സമയത്തുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊടുത്തേക്കുന്നത്. 8000 പ്ലസ് 1000 വാച്ച് അവർ, ദെൻ 10 million ഷോർട്സ് ഇൻ 90 days, ഈ ഒരു സംഭവം. അപ്പം ഇത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാൻ അതിന് ശേഷമുള്ള കാര്യങ്ങളല്ല ഇപ്പം നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ യൂട്യൂബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും 2027 ഫെബ്രുവരി മുന്നേ നമ്മൾക്ക് എന്ത് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. അതാണ് ഞാൻ പ്യൂർലി നമ്മുടെ വീഡിയോ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയത് ഇത് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ. ആദ്യമൊക്കെ ഞാൻ ചെയ്തെന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും എന്നെ ചറപറ വാട്സപ്പിൽ എന്നും കൊടുക്കും. എന്നിട്ട് ഞാനിങ്ങനെ നമ്മുടെ കോണ്ടാക്റ്റിൽ ഇവർ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ സ്റ്റാറൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെ ചാനൽ സബ് ചെയ്തു. അപ്പം 500 ഒരു 600 ഒക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തു. 1000 വാട്സപ്പ് കോണ്ടാക്റ്റുള്ള ആളാണ്. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ടായിട്ട് പോലും നമ്മുടെ ചാനൽ സബ്ബാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 600 ഒരു 500 കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ 500 മേലെ എന്ന് പറഞ്ഞൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഞാൻ കുറേ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ചെയ്യണേ അങ്ങനെ കാണുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ചാനലൊരു 700 ഒക്കെ അടുപ്പിച്ചെത്തിയത്. പിന്നെ ഈ 1000 എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ടപ്പാട് തന്നെയായിരുന്നു കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഞാൻ പിന്നെ പോയിട്ട് നമ്മുടെ ലൈവ് സ്ട്രീംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഞാൻ ലൈവ് സ്ട്രീംസിൽ പോയിട്ട് ഇങ്ങനെ നമ്മളെന്താ പറഞ്ഞിട്ട് എനിക്കൊന്ന് സബ്ബാക്കണേ, അങ്ങനെ കുറേ സപ്പോർട്ടീവ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പോയിട്ട് ഇങ്ങനെ ആ ചാനൽസിൽ പോയിട്ട് താഴെയുള്ളവരടുത്തൊക്കെ സബ്ബാക്കണേ അങ്ങനെ പറഞ്ഞാണ് ഞാൻ 1000 കംപ്ലീറ്റ് ആയി. പിന്നുള്ള ജേണി എന്ന് പറയുന്നത് ഒരു 4000 വാച്ച് അവർ. അപ്പം ഞാൻ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ചാനലിൻ്റെ, അതായത് നമ്മുടെ വീഡിയോസോ ഷോർട്സോ കൊണ്ടിട്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിരുന്നു. അങ്ങനെ ഞാൻ ലൈവ് സ്ട്രീമിലോട്ട് പോയിട്ടോ. പ്യുവർലി ഞാൻ എൻ്റെ ലൈവ് കൊണ്ടിട്ടാണ്, ലൈവ് സ്ട്രീം കാരണം മാത്രമാണ് ഇപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. എനിക്കിപ്പോൾ ഒരു 5K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ലൈവിൽ നിന്ന് തന്നെ കേട്ടോ. അതായത് ഷോർട്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ലൈവിൽ നിന്നാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ടും പുതിയ കുറേ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര അതായത് പറഞ്ഞിട്ട് ഒരു ഫാമിലി പോലാണ് ഇപ്പം ഞങ്ങൾ. അപ്പം ഞാൻ ചെയ്തതാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ലൈവ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിപ്പം കേൾക്കണമെന്നില്ല. അപ്പം ലൈവ് സ്ട്രീം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഒരു ജേണി പറയാണ് കേട്ടോ. ഞാൻ ലൈവ് സ്ട്രീം ചെയ്യാത്തവർക്കുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പിന്നെ ലൈവ് സ്ട്രീം ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി 16-17 മണിക്കൂറൊക്കെ എനിക്ക് കയറി വരുന്നുണ്ട്. അതായത് കുറച്ച് വ്യൂസൊക്കെ കയറി വരാൻ തുടങ്ങിയപ്പോൾ തന്നെ 16-17 മണി. ആദ്യമൊക്കെ ഒരു 2 hours ഒക്കെ, അതായത്
ഭയങ്കര ഷോക്കായിരുന്നു. ഒരു 50 വ്യൂസ്, ഒരു 2 മണിക്കൂറൊക്കെ ചെയ്ത് 50 വ്യൂസ്, 40 വ്യൂസ്, അത് പെട്ടെന്ന് പോകും. അത് വെറും 1.5-2 മണിക്കൂറൊക്കെ അതിൽ കയറാൻ തുടങ്ങി. എങ്കിലും അതൊരു ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ചെയ്ത് അങ്ങനെ ഒരു ഫാമിലി തന്നെ ആയി. എനിക്കിപ്പം വാച്ച് അവർ എന്ന് പറയുന്നത് എന്താ പണ്ട് 8,000 ആണോ 10,000 ആണോ, വാച്ച് അവർ എന്ന് പറഞ്ഞെങ്കിൽ വലിയൊരു ഇഷ്യൂ അല്ല. ലൈവ് സ്ട്രീം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും മസ്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഞാൻ ലൈവ് ചെയ്തിട്ടാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ഒക്കെ ഇട്ടു. ആക്ച്വലി സ്ക്രീൻ കാസ്റ്റ് ലൈവ് നമ്മൾ മോണിറ്റൈസ്ഡ് ആയിട്ട് ഇടുന്നതാണ് കേട്ടോ നല്ലത്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അതായത് ഞാൻ ഇങ്ങനെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടാൻ തുടങ്ങി ഒരു ആവേശം കാരണം, വ്യൂസ് ഒക്കെ കൂടുന്നതാണ് ഒരു ആവേശം കാരണം, വ്യൂസും സബ്ബൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ സ്ക്രീൻ കാസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ട് വരും. അങ്ങനെ എനിക്ക് 2 പ്രാവശ്യം റീയൂസ്ഡ് വന്നു. 3ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആയത്. അപ്പം ഈ ലൈവ് സ്ട്രീം നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാച്ച് അവർ എന്ന് പറയുന്നത് വെറും നിസ്സാരെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ലൈവ് സ്ട്രീം ചെയ്യാം, അത് നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്കിപ്പം നമ്മുടെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സൈഡ് പോർഷൻ, അല്ലെങ്കിൽ ഫേസ്ലെസ് ചാനൽസിന് മോണിറ്റൈസേഷൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ ലൈവിലും ഫേസ് കാണിക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു സൈഡ് പോർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ നിങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതുള്ള ഒരു തെളിവ്, അതായത് നമ്മുടെ യൂട്യൂബിനൊരു ഇത് അങ്ങനത്തെ ഒരു മതി. പിന്നെ കുഞ്ഞുങ്ങളെ ഒന്നും പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളെ നമുക്ക് കാണിക്കാം, നമ്മുടെ കൂടെ ഇരുത്തി കാണിക്കാം. അല്ലാണ്ട് പിള്ളേർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതായത് വെൽക്കം ടു മൈ ചാനൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് നമ്മളുടെ ചാനൽ അടിച്ചു പോകാൻ തന്നെ സ്ട്രൈക്ക് കിട്ടി പൂട്ടിപ്പോട്ടും. അതുകൊണ്ട് നമ്മൾക്ക് ലൈവൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഈ വാച്ച് ഓവറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കാണ്ട് പോകാം. ലൈവ് ചെയ്യാം, അതായത് ഈ ഒരു 2027 ഫെബ്രുവരിക്ക് മുന്നേ, അതായത് നമുക്ക് ഒരു 6 മന്ത്സ് ജേണിയാണ് ഇപ്പം ഇനിയുള്ളത്. അപ്പോൾ ഈ ഒരു 6 മന്ത്സ് ജേണിയിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു 2 അവർ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒരു 2 അവർ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 അവർ, നിങ്ങൾക്ക് എപ്പോഴാണ് കൺവീനിയൻറ്റ്. അപ്പോൾ 2 അവർ വരെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് സ്ട്രീം ഇട്ടോ. ലൈവ് സ്ട്രീം ഇട്ട് ഫേസ് കാണിക്കുക, അല്ലെങ്കിൽ ക്യാം ഓഫ് ചെയ്യാണ്ട് ബാക്ക് ക്യാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ സാധനം കാണിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ച് നിങ്ങൾ അങ്ങനെ വീഡിയോ ലൈവ് സ്ട്രീം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് 2027 ഈ 4,000 വാച്ച് അവർ കൺഫേംലി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം പറഞ്ഞത് ലൈവ് സ്ട്രീമിൽ എങ്ങനെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാം. ഷുവർലി നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, ഇപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വേണ്ട എന്നുള്ളവർക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിനെ ബ്രേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിനെ സ്റ്റോപ്പ് ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഡെയിലി ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റുകയാണ്. കാരണം നമുക്ക് ജേർണി ടൈം കുറവായതുകൊണ്ടാണ് കേട്ടോ ഡെയിലി ഒരു ലോങ് വീഡിയോ ഇടാം. ഇപ്പം കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുക്കിംഗ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുക്കുക, കണ്ടന്റ് എടുത്തിട്ട് ചറ പറന്ന് വീഡിയോസ് ഇടാം. അതിനിടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചറപറ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയും എഡിറ്റിങ്ങും കൂടെ നല്ലതായിരിക്കണം കേട്ടോ. എങ്കിലും നമുക്ക് വ്യൂസും കൂടുതൽ സബ്ബും കിട്ടത്തുള്ളൂ. ഒരു കണ്ടന്റ് എടുക്കുക, കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും അങ്ങോട്ട് ഇടുക, അതിൻ്റെ റെസിപ്പി എടുക്കുക, ലോങ് വീഡിയോ എടുക്കുക, വോയിസ് ഇടുക, എഡിറ്റ് ചെയ്യുക, ഇൻഷോട്ടിലോ അല്ലെങ്കിൽ വിഎനിലോ ഇട്ട് എടുക്കുക, അങ്ങ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഡെയിലി ഒരു ഈവനിങ് ഒരു ടൈമിൽ അങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് വാച്ച് ഓവർ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ. പിന്നുള്ളതെന്ന് പറയുന്നത്, നമുക്കിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം, അതായത് എല്ലാവരും പറയുന്ന ഒരു 7 o'clock, ഞാൻ പറയും ഒരു ആഫ്റ്റർനൂൺ 2 o'clock ശേഷം നിങ്ങൾ എപ്പോൾ ഇട്ടാലും കുറച്ചൊക്കെ വ്യൂസ് വരട്ടെ. എൻ്റെ ചാനൽ നോക്കണ്ടേ, ഞാൻ കുറേ ഇങ്ങനെ പഠിച്ച് നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് കിട്ടാത്തത്. പക്ഷെ ഞാൻ നോക്കിയതിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം കഴിഞ്ഞിട്ട് ഒരു 7 o'clock 6 o'clock ഇട്ടാലും കുറച്ച് വ്യൂസ് ഒക്കെ വരും. അങ്ങനെ ഒരു ടൈം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വീഡിയോസ് എത്ര ടൈമിലാണ് ആൾക്കാർ കാണുന്നത് എന്നുള്ളത് നിങ്ങളുടെ അനലിറ്റിക്സിൽ പോയി നോക്കിയിട്ട് ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യുക. എനിക്കൊരു 2 o'clock ശേഷമൊക്കെ ഇട്ടാൽ വല്ലതൊക്കെ എന്തുകൊണ്ട് വ്യൂസ് കയറത്തുള്ളൂ. മോർണിംഗൊക്കെ ഇടാൻ എനിക്ക് വ്യൂസ് അങ്ങനെ മോസ്റ്റ്ലി കയറാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഡെയിലി ഓരോ ലോങ് വീഡിയോസ് ഇട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ 4,000 വാച്ച് അവർ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫെബ്രുവരി 27 മുന്നേ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ വേറെ ഒന്നുമില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ മിസ്സാക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്തെങ്കിലും ഞാൻ മിസ്സാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഒരു കണ്ടന്റ് എടുക്കുക, ആ കണ്ടന്റിലുള്ള ലോങ് വീഡിയോസ് കണ്ടിന്യൂസ് ഇടാം. ഒന്ന് ലൈവ് സ്ട്രീം ചെയ്ത് 4,000 വാച്ച് ഓവർ ആക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇട്ട് ലോങ് വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് 4,000 വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 1,000 സബ് എന്ന് പറയുന്നത്.
ഈ ലൈവ് സ്ട്രീംസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ചെയ്ത് അങ്ങനെ കേട്ടോ. ലൈവ് സ്ട്രീംസിൽ പോയി അങ്ങ് ഇരക്കാം നോർമൽ. അതൊരു പാവപ്പെട്ട യൂട്യൂബറാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ പാവപ്പെട്ട യൂട്യൂബറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അങ്ങനെ ഇറന്നിട്ടാണ് കേട്ടോ എനിക്ക് കുറേയൊക്കെ ഒന്ന് പല 1000 സബ് കയറി. പിന്നെ 1000 ആയപ്പോൾ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ലൈവ് ഇടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് കുറേ സബ്ബൊക്കെ കയറി. അപ്പം അങ്ങനെ നിങ്ങൾ ചെറിയ യൂട്യൂബറാണ്, എനിക്ക് ഭയങ്കര ജാടയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈവിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കാം. പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞൊരു ട്രിക്കാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് റവന്യൂ കിട്ടുമോ എന്നുള്ളതൊന്നും എന്നോട് ചോദിക്കരുത്. ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാവും. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 2027 ഫെബ്രുവരിക്ക് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ യൂട്യൂബിൻ്റെ ഈ ക്രൈറ്റീരിയസ് ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇടുന്നവരോട് മാക്സിമം വീഡിയോ ഒന്നും മോണിറ്റൈസേഷൻ മുന്നേ ഇടാതിരിക്കുക. സ്ക്രീൻ കാസ്റ്റ് ലൈവ്സ് ആണെങ്കിലും ഈ ഒരു മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് മുന്നേ ചേർക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്തോളാം, അത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഐഡിയ ഒക്കെ കിട്ടും. അതുകൊണ്ട് അതിനു മുന്നേ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഈ തക്കിട തരികിട പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 പ്രാവശ്യം റീയൂസ്ഡ് വന്നത് അതുകൊണ്ടിട്ട് മാത്രമാണ്. അതുകൊണ്ട് വാച്ച് ഓവറിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട. ലൈവ് സ്ട്രീം ചെയ്യുക പറ്റുവാണെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ലോങ് വീഡിയോസ് ചെയ്യുക. അതിൻ്റെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് താഴെ ലിങ്ക് കൊടുക്കുക. അപ്പം അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് കാണും, അങ്ങനെ അങ്ങ് പോകും. അതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വലിയൊരു ജേണിയാണ്. അതായത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അതിൽ വ്യൂസ് കിട്ടുക. ഇപ്പം എനിക്ക് 5K സബ് ഉണ്ട്, പക്ഷെ എൻ്റെ ലോങ് വീഡിയോ എത്ര പേര് കാണുന്നു, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ ലൈവ് സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ സേഫാണ്, വാച്ചവറൊക്കെ കിട്ടും കേട്ടോ. എൻ്റെ മാത്രമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉറപ്പായിട്ട് തന്നെ റിപ്ലൈ തന്നായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഷോർട്സും അതുപോലെ തന്നെ. ഷോർട്സിന് ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ 3 മില്യൺ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഷോർട്ട് വീഡിയോസിന് 10 മില്യൺ ആക്കാനുള്ളത് ഒരു ലോങ് ജേണിയാണ് കേട്ടോ എൻ്റെ ഒരു ഇതിൽ, നമ്മുടെ ഈ ഒരു ടൈമിനകത്ത്. അതുകൊണ്ട് യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, വാച്ച് ഓവർ, അതായത് ലോങ് വീഡിയോസിൻ്റെ വാച്ച് ഓവർ മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. വാച്ച് ഓവർ കൂട്ടാനായിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക. പിന്നെ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫേസ്ലെസ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഫേസ് ഇല്ലാണ്ട് നിങ്ങൾ ഒന്നും ചെയ്ത്, അതായത് ഷോർട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഇടാം. അപ്പോൾ 1-2 വീഡിയോയിൽ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ കണ്ടിന്യൂസ് ഫേസ്ലെസ് ആയിട്ടുള്ള വീഡിയോസും ലൈവും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കും. ഇടയ്ക്കൊക്കെ നമ്മുടെ ഫേസ് കാണിച്ചാൽ മാത്രമേ യൂട്യൂബ് അതൊരു എന്താ പറഞ്ഞിട്ട് സപ്പോർട്ട് അല്ലാതെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ചൊക്കെ വരണമെന്ന് യൂട്യൂബിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെതായുള്ള കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ യൂട്യൂബിനുണ്ട്. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ച് എല്ലാവരും വീഡിയോ ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും 2027 ഫെബ്രുവരിക്ക് മുന്നേ നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ നമുക്ക് നേടിയെടുക്കാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ, ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.